ഇത് വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഘട്ടാണ് മണികർണിക ഘട്ട് എന്ന് പറയുന്നത്. ആ ഘട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെയാണ് നിങ്ങൾ സിനിമയിലും അതുപോലെ തന്നെ പല റീൽസിലും കണ്ടിട്ടുള്ള നമ്മൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് വാരണാസിയിൽ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ ബന്ധുക്കളുമുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ദഹിപ്പിക്കുന്ന മനുഷ്യൻ്റെ ശവശരീരങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നതുണ്ടോ. ഇതൊക്കെ ദഹിപ്പിക്കാനായിട്ട് റെഡിയാക്കുന്നതുമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നതൊക്കെ. ഒരു ഏരിയ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ലൈവായിട്ട് നമുക്കിതിങ്ങനെ കാണുമ്പോഴേ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വാരണാസിയിൽ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഗംഗ. വാരണാസിയിലെ ഗംഗയാണല്ലോ. ഗംഗ അത്ര വലിയ വൃത്തിയൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിഹീനമാണ്. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വരുന്ന ടൂറിസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ മണികർണിക ഘട്ടിൻ്റെ ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ഡെഡ് ബോഡീസ് ദഹിപ്പിക്കുന്നതായതുകൊണ്ടും മിനിറ്റിനാണ് മനുഷ്യ ശവശരീരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് വൃത്തിയാക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നും പറയാൻ വേണമെങ്കിൽ. ഇതാണ് മണികർണിക ഘട്ടിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഗംഗയിൽ. ഒരാൾക്ക് 100 രൂപ എന്ന രീതിയിൽ ഷെയറിങ് ബോട്ടുണ്ട്. ഞങ്ങൾ ബോട്ടിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നിന്നുള്ളൊരു വിഷ്വലാണ് ഈ കാണിക്കുന്നത് മൊത്തം. ഇത് മണികർണിക ഘട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്. അതൊക്കെ ഫുള്ള് ശവശരീരങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഗംഗയിലെ ആ ഒരു ബോട്ടിങ് നിങ്ങൾ വാരണാസി വന്നാൽ മിസ് ചെയ്യരുത്. അത്രയ്ക്ക് അടിപൊളിയാണ്, വർത്താണ്. ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ 84 ഗട്ടുണ്ട് വാരണാസിയിൽ. ഈ 84 ഗട്ടും നമുക്ക് കാണാൻ പറ്റും. നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്, നടന്ന് ഒരുപാടുള്ളത്. അതിലും നല്ലത് ബോട്ടിങ് എടുക്കുക, ഷെയറിങ് ബോട്ടിങ് എടുക്കുക, പോവുക. 84 ഗട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യും. ബോട്ടിൻ്റെ ആൾക്കാർ നമുക്കത് പറയുകയും ചെയ്യും. ഭയങ്കര വർത്താണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. വാരണാസി മിസ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ഈ ബോട്ടിംഗ് ആയിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാരണാസിയിൽ. ആ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിങ്ങാണ് വാരണാസി ബോട്ടിങ്. അതുപോലെ ബോട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ ഭക്തിഗാനമൊക്കെ വെക്കും. അതും കൂടെയൊക്കെ കേൾക്കുന്നത് വൻ വൈബാണ്. പിന്നെ ഗംഗാരതി വാരണാസിയിൽ എല്ലാ ദിവസവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചെന്ന ദിവസത്തിൽ ഉണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഗംഗാരതി എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കും അവിടെ. അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഒരുപാട് ആൾക്കാരത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്രയും ഭംഗിയാണ്, ഭയങ്കര രസമാണ്. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ടറിയില്ല. ഗംഗാരതി എന്നാണ് ഇതിൻ്റെ പേര്. കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ സംഭവം ഗംഭീരമാണ്. ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണാനായിട്ട്. ഭയങ്കര രസം. മണിയൊക്കെ അടിച്ച് പ്രാർത്ഥനയാണ്. പക്ഷെ അത് ഭയങ്കര ഒരു രസമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടും അവിടുത്തെ ആ ഒരു സാമ്പ്രാണിത്തിരിയുടെയും ഒരു പ്രത്യേകം ഒരു ഗുഡ് സ്മെല്ലാണ്. മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടൊരു നല്ലൊരു സ്മെല്ലും എല്ലാം ഭയങ്കര ഭംഗിയാണ് രാത്രി ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ്